നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് കൊടക്കാട്ടൂന്ന് ഭാഗത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. കാളാച്ചാൽ കൊടക്കാട്ടൂന്ന് ഭാഗം. അപ്പോൾ ഇത് തിങ്കളാഴ്ച പൊട്ടിയതാണ്. ഇന്ന് വെള്ളിയാഴ്ചയായി. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആ വീട്ടുകാരുടെ പ്രശ്നമാണ്, വീട്ടുകാരാണ് ഇത് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പോയി. ഇത് നിങ്ങൾക്ക് തിങ്കളാഴ്ച തന്നെ പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് അന്ന് തന്നെ അവിടെ നിർത്തി ചെയ്യിച്ചുകൂടായിരുന്ന, ആ വീട്ടുകാരെ കൊണ്ടാണെങ്കിലും ചെയ്യിച്ചുകൂടായിരുന്ന. ഇത്രയും ജലം പാഴാകുമായിരുന്ന. ജലം അമൂല്യമാണെന്ന് പറയുകയും ചെയ്യും. ഇതൊന്നും പരിഹരിക്കാൻ നിങ്ങൾക്ക് തയ്യാറുമല്ല. എനിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പണി പറ്റൂല്ലെങ്കിൽ നിർത്തി വേറെ വല്ല പണിക്കും പോകും. കാര്യം എത്രയോ നാളുകൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ അവിടെ നിന്നുണ്ട്. 1.5 മാസം ഞങ്ങൾക്ക് വെള്ളം കിട്ടാണ്ട് നിന്നുണ്ട്. അപ്പോൾ വന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മഹാൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കക്കൂസ് ഉണ്ടെന്നാണ്. അങ്ങനെ കൊടക്കാട്ടൂന്നുകാരെല്ലാം വന്ന് നിങ്ങളുടെ കക്കൂസിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ കക്കൂസ് തികയാതെ വരും. വാൽവ് അടയ്ക്കണതിന് അവർക്ക് വന്നിട്ട് നേരേക്ക് കൂടെ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ പൈസ കൊടുക്കണത്? പണിക്കാരൻ വന്നിട്ട് കണ്ടു പോയതാണ്. അത് ശരി. എൻ്റെ പൊന്ന് വാട്ടർ അതോറിറ്റി ചേട്ടന്മാരെ, ഒന്ന് ശരിയാക്കിത്താ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എടപ്പാള് ആവശ്യത്തിന് തീട്ടം വെള്ളം ഈ കാനയിലേക്ക് അടിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ തീട്ടം വെള്ളം കംപ്ലീറ്റ് ഇതിലൂടെ ഞങ്ങളുടെ പൈപ്പിലേക്കും വരും. എനിക്കൊന്നും കിണറില്ലാത്തതാണ്. ഈ പൈപ്പ് ലൈൻ മാത്രമാണ് ഒരു ആശ്രയം. അത് നിങ്ങൾ മാസങ്ങളായിട്ട്, ചില വർഷങ്ങൾ മാസങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം നിങ്ങൾ ഓരോ വീട്ടിലേക്കും ഈ വെള്ളം തരണുണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് എന്താ പറയുക, അതിൻ്റെ ഇതൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരൂല, തെളിവൊന്നും നിങ്ങൾ തരൂല എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് വന്ന് ശരിയാക്കും. ഇനി ഞങ്ങൾക്ക് തീട്ടം വെള്ളം കൂടി കുടിക്കാൻ വയ്യ. ഈ കാന കംപ്ലീറ്റ് തീട്ടം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആർക്കും പോയി പരാതിപ്പെടാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ തീട്ടം വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ കുടിക്കണമെങ്കിൽ അത് നമ്മളെ വിഷയമല്ല. അപ്പോൾ എന്തോ ദയവ് ചെയ്തിട്ട് അതൊന്ന് വന്ന് അടച്ചതാണ്. ഇനി ആ സൈഡിൽ ആരെങ്കിലും രാത്രി കൊണ്ടുവന്നിട്ട് ഈ സെപ്റ്റി ടാങ്ക് മാലിന്യം അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ തീട്ടം വെള്ളം വരും. എന്തിനാ വെറുതെ ഞങ്ങൾ തീട്ടം വെള്ളം കുടിപ്പിക്കണം? പ്ലീസ് ദയവ് ചെയ്തിട്ടൊന്ന് വന്നിട്ട് ശരിയാക്കിത്താ.